ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയോ അല്ലാതെയോ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത പല ശബ്ദങ്ങളും കടന്നുകൂടാറുണ്ട്. ഇങ്ങനെ കടന്നുകൂടുന്ന നോയ്സ് നമ്മളുടെ ഓഡിയോവിന്റെ ക്വാളിറ്റി വളരെയധികം കുറച്ചു കളയും. ഇത് നമ്മളെ പലപ്പോഴും വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോയിലെ നോയ്സ് റെഡ്യൂസ് ചെയ്ത് ഓഡിയോയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വോയിസ് റെക്കോർഡിങ്ങിനെ കുറിച്ചും നോയ്സ് റിഡക്ഷനെ കുറിച്ചും വോയിസ് എഡിറ്റിങ്ങിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയർ ആണ്. ഇത് വിൻഡോസിലും മാക്കിലുമൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. വിൻഡോസിൽ ഒഡാസിറ്റി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇനി ഉബുണ്ടുവിലാണെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഇൻബിൽറ്റ് ആണ്. അത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയർ ഇവിടെയുണ്ട്. അത് തുറക്കാം. ഒഡാസിറ്റി തുറന്നു വന്നിരിക്കുകയാണ്. ഒഡാസിറ്റി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സൗണ്ട് എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സൗണ്ട് റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി ഓപ്ഷനുകളുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്കിവിടെ സൗണ്ട് റെക്കോർഡിങ്ങിനായി ഒരു ചുവന്ന ബട്ടൺ കാണാം. അതുപോലെ തന്നെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെയുണ്ട്. റെക്കോർഡ് ചെയ്ത ഓഡിയോ പ്ലേ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കാണാം. അതുപോലെ തന്നെ പോസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത ഓഡിയോ സെലക്ട് ചെയ്യാനുള്ള ഒരു ടൂൾ ഇവിടെയുണ്ട്. സൂം ചെയ്യാനുള്ള ഒരു ടൂൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ, കട്ട് ചെയ്യാനുള്ള ഒരു ടൂൾ ഇവിടെ കാണാം. ഇങ്ങനെ നിരവധി ഓപ്ഷനുകളുള്ള വലിയ ഒരു സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി. ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തു വെച്ച ഒരു ഓഡിയോ ഫയലിൽ നിന്നും നോയ്സ് റെഡ്യൂസ് ചെയ്യുന്നത് എന്നാണ്. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് ഇത് പരിശോധിക്കാവുന്നതാണ്. എന്നാൽ ഞാനൊരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓഡിയോ എങ്ങനെ നോയ്സ് റെഡ്യൂസ് ചെയ്ത് കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കാം എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനായി ഫയലിൽ പോയി ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് ഓഡിയോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓഡിയോ എവിടെയാണുള്ളത് എന്ന് ചോദിക്കും. ഞാനിപ്പോൾ എൻ്റെ ഓഡിയോ വെച്ചിരിക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. ഡെസ്ക്ടോപ്പിൽ നോയ്സ് എന്ന് പറയുന്ന ഒരു ഓഡിയോ ഫയലാണ്. അത് ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ആ ഓഡിയോ ഫയൽ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. നോയ്സ് റെഡ്യൂസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമുള്ള സൗകര്യത്തിനായി നമ്മുടെ ചുറ്റും ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റ് ശബ്ദങ്ങളെ റെക്കോർഡ് ചെയ്തെടുക്കാൻ നമ്മളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സെക്കൻഡുകൾ മറ്റ് ശബ്ദം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഓഡിയോയുടെ ആദ്യ ഭാഗത്ത് പുറമേ നിന്നുള്ള മറ്റ് ശബ്ദങ്ങൾ കേൾക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്ത് വരുന്ന ശബ്ദം ഈ ഓഡിയോ ഫയലിൻ്റെ ഏതെങ്കിലും മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ റെഡ്യൂസ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതിനായി നമുക്ക് ഈ ഒരു ഒന്നാമത്തെ ഭാഗം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നത് ഇതിന് മുകളിലുള്ള കുറേയേറെ ഓപ്ഷനുകൾ കാണാം. ഈ ഓപ്ഷനുകളിൽ ഒരു സെലക്ഷൻ ടൂൾ ഉണ്ട്. ആ സെലക്ഷൻ ടൂളിൽ പ്രസ് ചെയ്യുക. ഇത് ഡീഫോൾട്ടായിട്ട് ഇത് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അത് പ്രസ് ചെയ്തില്ലെങ്കിലും സെലക്ഷൻ ആയി കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്നത് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുക, പിറകിലോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം സെലക്ട് ആയി കിട്ടി. ഇനി സെലക്ട് ചെയ്ത് വെച്ചതും നമുക്ക് പിന്നെയും മാറ്റണമെങ്കിൽ ഇങ്ങനെ കുറയ്ക്കാം, ഇങ്ങനെ കൂട്ടാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തിൻ്റെ പ്രൊഫൈൽ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നമുക്ക് ഇതിനു മുകളിൽ ഫയൽ, എഡിറ്റ്, സെലക്ട്, വ്യൂ എന്നൊക്കെ കാണുന്ന കുറേയേറെ ടൂളുകൾ കാണാം. ഈ ടൂളുകളിൽ ജനറേറ്റ് എന്നുള്ളതിൻ്റെയും അനലൈസ് എന്നുള്ളതിൻ്റെയും നടുവിലായിട്ട് ഇഫക്റ്റ് എന്നൊരു ടൂളുണ്ട്. ഈ ഇഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ആംപ്ലിഫൈ, ഓട്ടോ ഡക്ക് തുടങ്ങിയ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ വരുന്നുണ്ട്. ഫെയ്ഡ് ഇൻ, ഫെയ്ഡ് ഔട്ട്, അങ്ങനെ കുറേയേറെ കാണാം. ഇതിനകത്ത് നോയ്സ് റിഡക്ഷൻ
എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ ആണ് വരുന്നത്. ഈ വിൻഡോയിൽ നിന്നും നമുക്ക് ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെയുള്ള മറ്റ് ശബ്ദങ്ങൾ, നോയ്സ് മുഴുവൻ നമ്മളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഓഡിയോൻ്റെ മറ്റ് ഏതെങ്കിലും ഭാഗത്ത് നോയ്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഭാഗമാണെന്ന് മാത്രം. അതിനുശേഷം നമ്മൾ ഈ ഓഡിയോ മുഴുവനായിട്ടും സെലക്ട് ചെയ്യുകയാണ്. അതിനായി നമ്മൾ നമ്മുടെ കീബോർഡിൽ Ctrl+A പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഓഡിയോ മുഴുവനായും സെലക്ട് ആവും. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഇഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. മുകളിലുള്ള ഇഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ നോയ്സ് റിഡക്ഷനിൽ പോകുക. അപ്പോൾ നമുക്ക് വീണ്ടും ആ വിൻഡോ കിട്ടും. ഇവിടെ നമ്മൾ ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ കൊടുക്കരുത്. നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ താഴെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനു മുമ്പ് നോയ്സ് റിഡക്ഷൻ്റെ മറ്റ് വാല്യൂസൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഒന്നും ചെയ്യേണ്ടതില്ല. നമുക്കിവിടെ ഓക്കെ ബട്ടൺ കൊടുക്കാം. യെസ്, ഇപ്പോൾ നമുക്ക് കാണാം ആ ഭാഗത്തൊക്കെയുള്ള ലൈന് വളരെ നേരെയായി വന്നിരിക്കുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെയുള്ള നോയ്സ് മുഴുവൻ പോയിരിക്കുകയാണ്. എന്നാലും ചെറിയ രീതിയിൽ ചില നോയ്സൊക്കെ പിന്നെയും കാണും. ആ നോയ്സ് പോക്കാൻ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ തുടരാം. ഈ ഭാഗം സെലക്ട് ചെയ്യുന്നു, ഇഫക്റ്റിൽ പോകുന്നു, നോയ്സ് റിഡക്ഷൻ സെലക്ട് ചെയ്യുന്നു, ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം Ctrl+A പ്രസ് ചെയ്ത് മുഴുവൻ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഇഫക്റ്റിൽ പോകുന്നു, നോയ്സ് റിഡക്ഷൻ സെലക്ട് ചെയ്യുന്നു, അടിയിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഓഡിയോയിലുള്ള നോയ്സ് മൊത്തമായിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഇത്രയും എളുപ്പമാണ് ഓഡിയോയിലുള്ള നോയ്സ് ഡിലീറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഈ ഒന്നാമത്തെ ഭാഗം, ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇങ്ങനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, ആ ഭാഗം പോയിക്കോളും. ഇതിനിടയ്ക്കൊക്കെയുള്ള ഭാഗങ്ങളും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയ ഭാഗങ്ങളും ഒക്കെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കണം. അതിനായി ഇവിടെ ഫയലിൽ എക്സ്പോർട്ട് ആസ് MP3 കൊടുക്കുന്നു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. ഒരു പോയാണ് റെക്കോർഡ് ചെയ്തെങ്കിൽ പോയം എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് എവിടെയാണിത് സേവ് ചെയ്യേണ്ടത് എന്ന് കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കാം. ഡെസ്ക്ടോപ്പിലാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് സേവ് ബട്ടൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ ആണ് വരിക. ഇവിടെ ആർട്ടിസ്റ്റിൻ്റെ പേര്, ട്രാക്ക് ടൈറ്റിൽ, ആൽബം ടൈറ്റിൽ, ട്രാക്ക് നമ്പർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് നിർബന്ധമില്ല. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫയൽ നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ സേവ് ആയിട്ടുണ്ടാവും. ഇവിടെ പോയം എന്ന പേരിൽ ഒരു ഓഡിയോ ഫയൽ വന്ന് കിടക്കുന്നത് കാണാം. ഇങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോയിലുള്ള നോയ്സ് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ളതായാലും, നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്താലും, ഏത് രീതിയിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ ഫയലായാലും നമുക്ക് ഒഡാസിറ്റി ഉപയോഗിച്ച് അതിനകത്തുള്ള നോയ്സ് പൂർണ്ണമായും ഒഴിവാക്കി നമ്മുടെ ഓഡിയോ ഫയൽ വളരെ മികവുറ്റതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.